കണ്ണിൽ പൊടിയിടലിനൊക്കെ ഒരു പരിധിയുണ്ടെന്റെ സഖാവേ. കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ വികസനം മുരടിപ്പിച്ച ഒരു ഭരണകൂടത്തിന്റെ പ്രതിനിധി ഇന്ന് ഭയപ്പെടുകയാണ്. നേമം മണ്ഡലം വികസനത്തിന്റെ ട്രാക്കിലേക്ക് എങ്ങാനും മാറുമോ എന്ന പേടി. ആ പേടിയിൽ നിന്നാണ് ഡമ്മി സ്ഥാനാർത്ഥികളും ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുള്ള തിരഞ്ഞെടുപ്പ് അട്ടിമറികളും ജനിക്കുന്നത്. ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിക്കുമ്പോൾ സെമി കണ്ടക്ടർ മിഷനിലൂടെയും ഡിജിറ്റൽ വിപ്ലവത്തിലൂടെയും ഭാരതത്തെ മാറ്റി വരച്ച രാജീവ് ചന്ദ്രശേഖർ എന്ന കരുത്തൻ നേമത്തെത്തുമ്പോൾ എന്തിനാണ് വി ശിവൻകുട്ടി ഇത്രയേറെ ഭയന്ന് വിറയ്ക്കുന്നത്? നുണക്കഥകൾ കൊണ്ട് കോട്ട കെട്ടുന്ന CPM-ന്റെ തന്ത്രങ്ങൾ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ എന്ന വികസന നായകൻ ഓരോന്നോരോന്നായി പൊളിച്ചെടുക്കുന്നു. കോൺഗ്രസിനേക്കാൾ വലിയ ലജ്ജയില്ലാത്ത കളിക്ക് ശിവൻകുട്ടി ഇറങ്ങുമ്പോൾ ഈ കളികൾ ആർക്ക് വേണ്ടിയാണ്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നേമത്തെ രാഷ്ട്രീയ നാടകങ്ങളെ മാത്രമല്ല, വികസനത്തിന്റെ പുതിയ ഇന്ത്യയും നുണകളുടെ പഴയ കേരളവും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ശിവൻകുട്ടിയുടെ തന്ത്രങ്ങൾ എങ്ങനെയാണ് പിണറായി സർക്കാരിന്റെ പതനത്തിന് തുടക്കമാകുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. നേമത്ത് വി ശിവൻകുട്ടി നേരിടുന്നത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ രാജ്യം മുഴുവൻ വികസനം എത്തിച്ച രാജീവ് ചന്ദ്രശേഖരനെ നേരിടാൻ ശിവൻകുട്ടിക്ക് വികസനം പറയാൻ ഒന്നുമില്ല. പകരം അദ്ദേഹം കണ്ടെത്തിയ മാർഗം എന്താണെന്ന് അറിയാമോ? അത് കേട്ടാൽ ആരും ചിരിച്ചു പോകും. ഡമ്മി രാഷ്ട്രീയത്തിന്റെ തമ്പുരാക്കന്മാർ. രാജീവ് ചന്ദ്രശേഖർ എന്ന പേര് കേൾക്കുമ്പോൾ വോട്ടർമാർക്ക് ഉണ്ടാകുന്ന ആവേശം തകർക്കാൻ അതേ പേരുള്ള ഒരു CPM പ്രവർത്തകനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി രംഗത്തിറക്കുക. നോക്കൂ, എത്ര അധപ്പതിച്ച രാഷ്ട്രീയമാണിത്. വി ശിവൻകുട്ടി എന്ന മന്ത്രിക്ക് സ്വന്തം ഭരണത്തെക്കുറിച്ചോ ചെയ്ത വികസനത്തെക്കുറിച്ചോ പറഞ്ഞ് വോട്ട് ചോദിക്കാൻ ധൈര്യമില്ല. അതുകൊണ്ടാണ് ബാലറ്റിൽ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരം കുതന്ത്രങ്ങളൊക്കെ പയറ്റുന്നത്. രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനത്തിൽ ഇതിനെ ശരിക്കും റോസ്റ്റ് ചെയ്ത് കളഞ്ഞു. ഒരു ക്ലീൻ ഇമേജുള്ള സ്ഥാനാർത്ഥിയെ നേരിടാൻ ഇത്തരം തരം താഴ്ന്ന പരിപാടികളൊക്കെ വേണം സഖാവേ. ശിവൻകുട്ടി എന്ന വ്യക്തി രാഷ്ട്രീയമായി എത്രത്തോളം പാപ്പരാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. രാജീവ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ വിറയ്ക്കുന്ന ശിവൻകുട്ടിക്ക് ആ പേരുള്ള മറ്റൊരാളെ കാണുമ്പോൾ ആശ്വാസം തോന്നുന്നുണ്ടാകാം. പക്ഷെ നേമത്തെ വോട്ടർമാർ മണ്ടന്മാരല്ല എന്ന് ശിവൻകുട്ടി മറന്നുപോയി. തുറന്ന സംവാദത്തിന് ധൈര്യമുണ്ടോ? രാജീവ് ചന്ദ്രശേഖർ എറിഞ്ഞ വെല്ലുവിളി ഇന്നും നേമത്തിന്റെ അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. വരൂ, നമുക്ക് നേമത്തെ വികസനത്തെക്കുറിച്ച് സംസാരിക്കാം. IT മേഖലയിൽ ഇന്ത്യ നേടിയ കുതിപ്പും വരാനിരിക്കുന്ന ടെക്നോ പാർക്ക് വികസനവും സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർത്തുന്ന പദ്ധതികളും ചർച്ച ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാണ്. എന്നാൽ ശിവൻകുട്ടി എവിടെ? അദ്ദേഹം തന്റെ സഖാവ് രാജീവിനെ സ്ഥാനാർത്ഥിയാക്കുന്ന തിരക്കിലായിരുന്നു. വികസനത്തെക്കുറിച്ച് മിണ്ടിയാൽ വോട്ട് കിട്ടില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ശിവൻകുട്ടി ആ സംവാദത്തിൽ നിന്നും ഒളിച്ചോടുന്നത്. വി ശിവൻകുട്ടി കൈകാര്യം ചെയ്യുന്നത് തൊഴിൽ വകുപ്പാണ്. ആ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇന്ന് എവിടെയാണ്? അവർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണോ? അല്ല, അവർ ഇന്ന് വി ശിവൻകുട്ടിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ വോളണ്ടിയർമാരായി പണിയെടുക്കുകയാണെന്ന് ഞെട്ടിക്കുന്ന ആരോപണമാണ് പുറത്തു വരുന്നത്. ഉദ്യോഗസ്ഥ ഭരണകൂടത്തെ ഹൈജാക്ക് ചെയ്യുമ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണിത്. സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ സ്വന്തം രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇതിനെ ചോദ്യം ചെയ്ത് രാജീവ് ചന്ദ്രശേഖരനോട് മറുപടി പറയാനായി CPM-ന് നാവ് ഉയരുന്നില്ല. ശിവൻകുട്ടിക്ക് ആകെ മുണ്ടും പറച്ചെറിഞ്ഞ് അടിയുണ്ടാക്കാനല്ലേ അറിയുള്ളൂ. കോൺഗ്രസിനെയാണ് ലജ്ജയില്ലാത്ത പാർട്ടി എന്ന് ഇത്രയും കാലം നമ്മൾ കരുതിയിരുന്നത്, അല്ലേ? എന്നാൽ നേമത്ത് ശിവൻകുട്ടി കാണിക്കുന്നത് കണ്ടാൽ കോൺഗ്രസ് പോലും നാണിച്ചു പോകും. CPM-ന്റെ ഈ രാഷ്ട്രീയ ജീർണതയുടെ അടയാളമാണ് ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നത്. വികസനം പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ട് സർക്കാർ മെഷീനറി ഉപയോഗിച്ച് വോട്ട് പിടിക്കാനാണ് ഇവരുടെ ശ്രമം. പക്ഷേ ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. അല്ല, എന്ത് ചിന്തിച്ചാണ് നിങ്ങൾ ഇങ്ങനെ അപരന്മാരെ ഇറക്കുന്നത്? എല്ലാവരും വി ശിവൻകുട്ടിയെ പോലെ വായിക്കാനും എഴുതാനും അറിയാത്തവരാണെന്ന് നിങ്ങൾ കരുതിയോ? എന്നാലും ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. സഖാക്കൾ എത്ര തടയാൻ ശ്രമിച്ചാലും വികസനത്തിന്റെ കാറ്റ് നേമത്ത് വീശിക്കഴിഞ്ഞു. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ മാറിയ സാഹചര്യത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ 10-15 വർഷമായി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ വികസന വിപ്ലവത്തിന്റെ ഗുണഫലങ്ങൾ കേരളത്തിലും എത്തുമ്പോൾ അത് തടയാനാണ് ശിവൻകുട്ടിയും സംഘവുമൊക്കെ ശ്രമിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല, ഇന്ത്യയുടെ ഡിജിറ്റൽ മുഖം മാറ്റിയവരിൽ ഒരാളാണ് അദ്ദേഹം. ചിപ്പുകൾ മുതൽ സ്മാർട്ട് ഫോണുകൾ വരെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ അമരക്കാരനാണ്. അങ്ങനെയുള്ള ഒരാൾ നേമത്ത് മത്സരിക്കുമ്പോൾ അത് വികസനത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കും എന്നതിൽ സംശയമില്ല. എന്നാൽ ശിവൻകുട്ടിക്ക് പറയാനുള്ളത് എന്താണ്? പഴയകാലത്തെ അക്രമ രാഷ്ട്രീയവും തുണിയൂരി അടിപിടിക്കുന്ന കഥകളും കൊടിതോരണങ്ങളും മാത്രമാണ്. ഭാരതം ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണ്. ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബായി ഇന്ത്യ മാറുന്നു. IT മേഖലയിലും ഇലക്ട്രോണിക്സ് മേഖലയിലും രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവന്ന മാറ്റങ്ങൾ
ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ നൽകി. നേമത്തെ യുവാക്കൾക്കും ഇതേ തൊഴിൽ വിപ്ലവം വേണമെങ്കിൽ അവർക്ക് മുന്നിലുള്ള ഒരേ ഒരു വഴി രാജീവ് ചന്ദ്രശേഖർ ആണ്. രാജീവ് ചന്ദ്രശേഖർ തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്ധനവിലയാണ്. കേന്ദ്ര സർക്കാർ ജനങ്ങളെ സഹായിക്കാൻ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില കുറയ്ക്കുമ്പോൾ കേരളത്തിലെ പിണറായി സർക്കാർ എന്തിനാണ് അത് തടയുന്നത്? കേന്ദ്ര സർക്കാർ നികുതി കുറച്ചാൽ അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വാറ്റ് കുറയ്ക്കാതെ ഇരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കേരളത്തിലെ ജനങ്ങളെ പിഴിഞ്ഞ് ആഡംബര ജീവിതം നയിക്കുന്ന സഖാക്കൾക്ക് സാധാരണക്കാരന്റെ കഷ്ടപ്പാടൊന്നും അറിയില്ലല്ലോ. നരേന്ദ്രമോദിക്ക് നന്ദി പറയാൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെടുമ്പോൾ അത് വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഭരണാധികാരിയുടെ ശബ്ദമാണ്. ശിവൻകുട്ടി ഇതിന് എന്ത് മറുപടിയാണ് നൽകുന്നത്? കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടുക, കേന്ദ്രം വില കുറച്ചപ്പോൾ കേരളം എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന ചോദ്യത്തിന് മുന്നിൽ ശിവൻകുട്ടി വിറയ്ക്കുകയാണ്. വികസനം ചർച്ചയായാൽ താൻ തോറ്റുപോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ശിവൻകുട്ടി നുണപ്രചാരണങ്ങൾ നടത്തുന്നതും അപരന്മാരെ തേടി നടക്കുന്നതും. നേമം ഒരു കാലത്ത് BJPയുടെ കോട്ടയായിരുന്നു. അത് തിരിച്ചു പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങുമ്പോൾ വോട്ടർമാരുടെ പ്രതികരണം ആവേശകരമാണ്. ആളുകൾക്ക് വേണ്ടത് ജോലിയാണ്, വികസനമാണ്, മികച്ച ജീവിത സൗകര്യങ്ങളാണ്, അല്ലാതെ ശിവൻകുട്ടിയുടെ പഴയ തമാശകളോ വിവരക്കേടുകളോ ഒന്നുമല്ല. കോൺഗ്രസിനെ വെല്ലുന്ന രീതിയിൽ CPM അധപ്പതിച്ചു എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് 101% ശരിയാണ്. യാതൊരു ഡീലും അവിടെയില്ല. ജനങ്ങളുമായി മാത്രമാണ് BJPക്ക് ഡീലുള്ളത്. ആ ഡീൽ വികസനത്തിന്റെ ഡീലാണ്. നേമത്തെ ഹൈടെക് മണ്ഡലമാക്കി മാറ്റാനുള്ള ഡീലാണ്. അത് തടയാൻ ശിവൻകുട്ടി എത്ര നുണകൾ പ്രചരിപ്പിച്ചാലും നടക്കില്ല. ശിവൻകുട്ടിയുടെ രാജീവ് എന്ന മായാജാലം വെറും കോമഡിയായി അവസാനിക്കും. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ചിഹ്നം നോക്കിയല്ല, വികസനത്തിന് വേണ്ടിയാണ്. ഇത് അദ്ദേഹം ഉടനെ തിരിച്ചറിയും. ഈ തെരഞ്ഞെടുപ്പിൽ അത് മനസ്സിലാക്കും. രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനും ഡെമ്മികളെ ഇറക്കുന്നതിനും പകരം ജനങ്ങളോട് മറുപടി പറയാൻ ശിവൻകുട്ടി തയ്യാറാകണം. നേമം ഇന്ന് ഇന്ത്യയുടെ തന്നെ ശ്രദ്ധാകേന്ദ്രമാണ്. ഒരു വശത്ത് ലോകം അംഗീകരിച്ച വികസന നായകനായ രാജീവ് ചന്ദ്രശേഖർ, മറുവശത്ത് നുണകളും കുതന്ത്രങ്ങളും മാത്രം കൈമുതലുള്ള ശിവൻകുട്ടി. ആരാണ് ജയിക്കേണ്ടത്? വികസനമാണോ അതോ പഴയ സഖാവ് പടയുടെ തന്ത്രങ്ങളാണോ? നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ കുതിക്കുമ്പോൾ ആ കുതിപ്പിൽ നിയമവും പങ്കുചേരണം. രാഷ്ട്രീയമായി ഒളിച്ചു കളിക്കുന്നവരെയല്ല, മറിച്ച് നേരിട്ട് വന്ന് സംവദിക്കാൻ ധൈര്യമുള്ളവരെയാണ് നമുക്ക് വേണ്ടത്. ശിവൻകുട്ടി സാറേ, നുണകൾ കൊണ്ട് കോട്ട കെട്ടുന്നതൊക്കെ നിർത്തു. ജനങ്ങൾ സത്യം അറിഞ്ഞു കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ നട്ടലുണ്ടെങ്കിൽ മുന്നോട്ട് വരൂ. നിയമം ഇത്തവണ വികസനത്തിന് വോട്ട് ചെയ്യും. ഇന്ത്യയുടെ പുതിയ മുഖമായി രാജീവ് ചന്ദ്രശേഖറിനോട് വോട്ട് ചെയ്യും. CPMന്റെ ഡമ്മി രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കുന്ന ഒന്നായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.